എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല ഭാരതപ്പുഴയിലെ നല്ല കക്ക ഇറച്ചിയും ജീവനോടെയുള്ള കക്ക ആവശ്യമുള്ള ആളുകൾക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഈ ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതപ്പുഴ കർമ്മ റോഡാണ്. പൊന്നാനി കർമ്മ റോഡിനോട് ഇതായിട്ടാണ്. ഈ സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയുക, നമ്മൾ IAS കോച്ചിങ് സെന്റർ, അതായത് പൊന്നാനി കർമ്മ റോഡിൽ ഒരു IAS കോച്ചിങ് സെന്ററിന്റെ കാർഷിക വിപണന കേന്ദ്രത്തിലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളും ഉണ്ട്. ആ കോച്ചിങ് സെന്ററിനോട് ചേർന്നിട്ടാണ് നമ്മളെ ഈ കക്കയിറച്ചി വരുന്നത്. അതായത് ഭാരതപ്പുഴയിലെ നല്ല ജീവനുള്ള കക്കയിറച്ചി, അതേപോലെ അതിൻ്റെ പുഴുങ്ങിയിട്ട് അതിൻ്റെ മാംസം, അതിൻ്റെ ഫ്ലഷ് എടുത്തതുമാണ്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി പുഴുങ്ങി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഇതിൻ്റെ ഇറച്ചി നല്ല വൃത്തിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് പുഴുങ്ങിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ചേട്ടനോട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ഇവിടെ എത്ര മണിക്കാണ് ഈ സാധാരണ വിൽപ്പന തുടങ്ങുക? 7 മണി മുതൽ രാവിലെ 7 മണി തൊട്ട് തുടങ്ങും. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുക? എല്ലാ ദിവസവും ഉണ്ടാവും അല്ലേ? രാവിലെ 7 മണി തൊട്ട് തുടങ്ങും, 10 മണി വരെ ഉണ്ടാവും. 10 മണി വരെ ഉണ്ടാവും. നേരത്തെ പോകും. ഇതിപ്പോ എങ്ങനെ വില വരുന്നത്? ഇറച്ചിക്ക് 200 രൂപ. അതായത് ഇത് പുഴുങ്ങിയെടുത്ത ഇറച്ചി 1 കിലോ 200 രൂപ. ഇപ്പൊ ഈ കക്കയായിട്ടാണെങ്കിലോ? ഇതാകുമ്പോ 5 കിലോ 100 പീസ് ആയിട്ട് എടുക്കുന്ന ആളുകൾ. അപ്പോൾ ഇത് തോട് കൊടുക്കണാകുമ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച അതിന് മേലൊക്കെ 2 ദിവസമൊക്കെ അല്ലേ ജീവനോടുക്കനെ കിട്ടും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു 5 കിലോ ഒക്കെ വാങ്ങിക്കൊണ്ടു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കറി വെച്ച് തീർത്താൽ മതി അല്ലേ? കറി വെച്ച് തീർത്താൽ. ആ 5 കിലോ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും? 1/2 കിലോ ഇറച്ചി ഉണ്ടാവും. ഇത് 200 രൂപയും ഇത് 5 കിലോ 100 രൂപയും. 200 രൂപയ്ക്ക് സെയിം ആണ്. വേറെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. വെള്ളം കുടിക്കാൻ വേണ്ടി അതായത് പുഴുങ്ങിയ വെള്ളം അല്ലേ? അതായത് കാൽസ്യമാണ്. അതായത് കക്ക എന്ന് പറയുന്നത് നല്ല കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് കക്ക എന്ന് പറയുന്നത്. പിന്നെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? റോസ്റ്റ് പൊരിക്കുക, സമൂസ അങ്ങനെ പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഒരു ഇതൊക്കെ ആയിട്ട് വരുന്നത്. ഇത് പുഴുങ്ങിയതാണോ അത്? ചേച്ചി പേരെന്താണ്? അപ്പോൾ ചേച്ചിയാണ് ഇതൊക്കെ പുഴുങ്ങി റെഡിയാക്കുന്നതല്ലേ, ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ. ഇതിപ്പോൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണല്ലേ? അപ്പോൾ ഇത് ചേട്ടൻ്റെ അമ്മയല്ലേ? രണ്ടാളിലെ അമ്മയാണ്. ഓക്കെ. അപ്പോൾ ഇത് ഏകദേശം ചെറിയ രീതിയിലുള്ള ഒരു കച്ചവടമാണ് അല്ലേ? ചെറുമാതിരിയുള്ളൊരു കച്ചവടമാണ്. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറയും ചേട്ടാ. നമുക്കിപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ വന്നൊന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഒന്ന് പറയാം. 871 431 7 ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അല്ലേ? കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തരും. അല്ലാതെ ഫ്രഷ് സാധനം, അതായത് ഇവിടെ സ്റ്റോക്കുള്ള സാധനമാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ ഭാരതപ്പുഴയിൽ നിന്ന് ഡയറക്റ്റ് എത്ര മണിക്ക് അവിടെ എടുക്കാൻ വേണ്ടി പോവാ? രാവിലെ അല്ലേ? എത്ര മണി വരും? 4 മണിക്ക് പോകും. 4 മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് എടുത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ സെയിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷൻ പൊന്നാനിയാണ്. പൊന്നാനി ഭാരതപ്പുഴയുടെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ കക്ക ഇറച്ചിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മീനുകൾ പിടിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇറച്ചി സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ വന്ന് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം.